ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലേക്ക് ഇടാൻ പോകുന്നത് ചെറുപുഴയിലെ ഒരു ദ്വീപാണ്. തള്ളിയതാട്ടാ, ചെറുപുഴയിൽ അങ്ങനെ ദ്വീപൊന്നുമില്ല. എന്നാലും ദ്വീപ് പോലെ എനിക്ക് ഞാൻ പണ്ട് അവിടെ പോയപ്പോൾ എനിക്ക് ദ്വീപ് പോലെ തോന്നി. വേറെ സെറ്റപ്പ് ആ ഒരു സ്ഥലം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. 2-3 കൊല്ലം മുമ്പ് ഞാനും എൻ്റെ തലശ്ശേരിയിൽ നിന്ന് കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി കോയിനൊക്കെ ചുട്ട് കാണാൻ സൂപ്പർ സ്ഥലമാണ്. എൻ്റെ ടിക്ടോക്കിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ടിക്ടോക്കില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം ഒന്നും പറയാലോ. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് നമ്മളെ സൈക്കിളിലാണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം, കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ചുമ്മാ പോകാൻ പാടില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം, പിന്നെ ബെല്ല് അടിച്ച് പൊടിച്ചോളണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കടയിലെ സ്റ്റാഫുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ല, 4 മണി വരെ തുറന്ന്, ക്രിസ്മസ് എല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ 4 മണി വരെ തുറന്ന് ഇപ്പോൾ പൂട്ടി. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പാർട്ട് ടൈം എല്ലാം ആയിട്ടാണ് നമുക്ക് വീഡിയോ എല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്നൊരു വരുമാനമെല്ലാം വരുന്ന കാലം എന്നെല്ലാം പറയുമ്പോൾ അതെപ്പാന്നൊന്നും പറയാൻ പറ്റില്ല. അതുവരെയൊക്കെ നമുക്കിങ്ങനെ പാർട്ട് ടൈം എല്ലാം ആയിട്ട് ചെയ്യാം. എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും ഞാൻ നിരാശപ്പെടുത്തൂല. എന്നെ കൊണ്ടാകുന്ന പോലെ ചെറിയ സമയങ്ങളിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി, വേറൊന്നും വേണ്ട. ആൾക്കാരൊന്നും എന്താ പറയുക, ചെറുതായിട്ടൊന്ന് സ്കിപ്പൊന്നും അടിക്കാണ്ട് ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടുണ്ടായി. നെറ്റെല്ലാം ഫ്രീ അല്ലേ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സ്റ്റാഫിൻ്റെ അടുക്ക് പോകാം. ബീഹാറാന്ന് പറയാൻ കാരണം പുറത്തുനിന്നൊക്കെ വന്ന് ഇവിടെ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. എന്നോടെപ്പോഴും പറയുവാണ് എവിടേക്ക് ട്രിപ്പെല്ലാം പോകുമ്പോൾ അവനെയും കൂട്ടണം എന്നൊക്കെ പറയലുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇൻഷാ അല്ലാഹ് അവനെയും കൂട്ടിയ ട്രിപ്പാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവനക്കൊരു റിലാക്സേഷൻ അല്ലേ, ട്രിപ്പൊക്കെ പോകുന്ന ഒരു എന്താ പറയുക, മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് അടിക്കലുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ അവനും കൂടി ഉണ്ടാവും. നമുക്ക് ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ചങ്ങാനെ കാണാം. ഒരു മിനിറ്റേ, ഇതിലൂടെ ഇറങ്ങേണ്ടത്. ഇതിലൂടെ വീഡിയോ എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ മാത്രം താഴെത്തും, ഞാനെത്തൂല. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അവൻ്റെ റൂമിൻ്റെ അടുത്തുള്ളത്. ഇത് ഫർണിച്ചർ വേൾഡ് എൻ്റെ ഏട്ടൻ്റെ കടയാണ്. അപ്പം ആരെങ്കിലും ഫർണിച്ചറൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സാധനം വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, കമൻറ്റ് ഇട്ടോ. അതുകൊണ്ടാകുന്ന ഫർണിച്ചറിൽ ഡിസ്കൗണ്ട് ആക്കിയിട്ട് ഞങ്ങൾ വാങ്ങിത്തരാം. ഓക്കെ. പിന്നെ അപ്പോൾ നമുക്ക് ഓനെ ഒന്ന് തപ്പി നോക്കാം. ചങ്ങായി ഉറങ്ങുന്നതായിരിക്കും വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഉറങ്ങുന്നതിന് കുളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം. നമ്മളാ ഷോപ്പിൻ്റെ ബാക്കിൽ തന്നെ കേട്ടോ അവൻ്റെ റൂം. അപ്പോൾ ഇവിടെയാണ് അവൻ്റെ റൂം വരുന്നത്. നല്ല അടിപൊളി അരുവിയൊക്കെ ഉണ്ട് സൈഡിലേക്ക് കൂടി പോകുന്നത്. പിന്നെ എന്തായി നോക്കാം, ഉറങ്ങിയ എണീച്ച എൻ്റെ കോലത്തിലാണ് നോക്കാം. ഇവരോടുള്ളൊരു പണി ഏൽപ്പിച്ച പിന്നെ ഇങ്ങനെയാണ്. എന്നോട് ട്രിപ്പിന് കൂട്ടുമെന്നെല്ലാം പറഞ്ഞ ചങ്ങായാണ് കിടന്ന് ഉറങ്ങുന്നത്. നോക്കിയട്ടെ, എണീച്ചു പാടാ. ഇത് നേരത്തെ 5:30 ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞതാണല്ലോ, എണീക്ക് വാ. വീഡിയോ ഉണ്ട് യൂട്യൂബിലാണ് ഇടുന്നത്, വേവാ. അപ്പോൾ ഗൈസ് അതാ നമ്മളെ റഷീദ്. ഞാനത്തെ പറഞ്ഞ കൈ ഉറക്കത്തുനിന്ന് വിളിച്ച് കൊണ്ടുവന്നതാണ്. ആള് കുറച്ച് സ്റ്റൈലാട്ടാ, വിജയ് മോഡലാണ്. അപ്പോൾ ഈ നല്ല ഉറക്കിലാണ് ഞാൻ വരുമ്പോൾ പിടിച്ചു കൊണ്ടുവരികയാണ്. ട്രിപ്പുകാരാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ പാടില്ല. ഒരുമാതിരി മലയാളികളമാതിരി ഇവനും അങ്ങനെ ചെയ്യാൻ പാടില്ല. സൈക്കിളിൻ്റെ സീറ്റ് കുറച്ച് താഴ്ത്തിയിട്ടില്ല. ഒരു ഏട്ടനും ഇതിനെ കൊണ്ട് എക്സസൈസിൽ ചെയ്യുന്നതാണ്. ഒരു പൊന്തിക്കാം. നമുക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വേണ്ട, ഓവറാക്കാൻ പറ്റില്ല. ഇത്ര ഹൈറ്റെങ്കിലും വേണമല്ലോ. ഓക്കെ. അപ്പോൾ ഹൈറ്റ് സെറ്റായി. ഇതാണ് ഇവൻ്റെ വണ്ടി. ഓക്കെ. നമ്മൾ രണ്ടാളിന്ന് സൈക്കിളിലാണ് ട്രിപ്പ്. അപ്പോൾ ഒരു സൈക്കിൾ വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആ ഭാഗത്തുനിന്ന് ഇവിടുത്തെ ആൾക്കാർ അലക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഭാഗമായിരുന്നു ഓൾമോസ്റ്റ് കാണാൻ നല്ല സൂപ്പർ സ്ഥലം. പക്ഷെ ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ അലക്കുക കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊരു സ്ഥലമുണ്ട്, അതിങ്ങനെ കാണിച്ചു തരാം. വഴി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കാരണം ഇതൊക്കെ ഒരു വൈബാണ്. ചെറുപുഴയിൽ ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ടോയെന്ന് നിങ്ങൾ അങ്ങ് യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ ചിന്തിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു വഴിയുണ്ട്. പിന്നെ സംഭവം പൊളിയല്ലേ? ഏണ്ട് ഒരു ഒന്നൊന്നര വൈബാണ്. ഓക്കെ, അവസാനം നമ്മളിതാ നമ്മളെ ചെറുപുഴയിലെ ദ്വീപിലേക്ക് എത്തി. ഏണ്ട് പൊളിയല്ലേ? ഒന്ന് വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ പൂതിയാണ് സത്യം പറയാലോ. കണ്ടാൽ കുളിച്ചു പോവും, അത്ര ക്ലിയർ വെള്ളമാണ്. ഇതാ ചങ്ങായനോട് എൻ്റെ വീഡിയോ എടുത്തരും നോക്കാം. കാശേ ഇങ്ങനെ വീഡിയോ തൊടാ നിൽക്കാതെ. നമ്മളെ ഹിന്ദി പൊളിയല്ലേ, ഇവൻ്റെല്ലാം എടുത്ത് പിടിച്ചിക്കണ്ടേ. അപ്പോൾ ഗേസ് ഞാൻ ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആകേണ്ട പരിപാടിയാണ്. ഓക്കെ, ഈ വെള്ളം നമുക്ക് കുടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഒഴുകി വരുന്ന വെള്ളമാണ്, മലവെള്ളമാണ്. അപ്പം മിനറലായിട്ടാണ് വരുന്നത് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. ഈ വെള്ളം കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല. എന്നാലും സംഭവം പൊളിയാട്ടോ. ഇവിടെയൊക്കെ വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യും. അങ്ങോട്ട് അധികം പോയാൽ ശരിയാവില്ല, ഭയങ്കര സ്ലിപ്പാര്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങിയാലോ മുതലോ. ഇപ്പം ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അന്നെ എവിടെയും കൊണ്ട് ആറിയിടേണ്ടി വരും.
फ्रेंड देखिए मेरे को बोला है चलो इधर घूमने के लिए बाजू में, इसने लेके आया मेरे को पूरा जंगल घुमा दिया है। देखिए फिर मेरे को जानता भी नहीं है कोई, और कोई लेकर चला गया मेरे को, तो फिर वापस नहीं जा पाएगा गाँव മതി में। മതി മതി ओके ഒന്ന് പറഞ്ഞോന്ന് പറഞ്ഞത് അപ്പോഴത്തേക്കും ഓവറാക്കി ചളാക്കും അപ്പൊ കൂട്ടെ. അപ്പൊ ഈ സംഭവം പൊളിയാണ്. ഇതുപോലെ ഒരു ദ്വീപിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, വരണമെങ്കിൽ നമ്മുടെ സ്വന്തം ചെറുപുഴയിൽ തന്നെ വരണം. അപ്പോൾ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ചെറുപുഴൻ്റെ ഒരു കാസർഗോഡ് ബോർഡർ ആ ഭാഗം, ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന കർണാടക ബോർഡറാണ്. ഒരു പാലമുണ്ട്, ആ പാലം പുളിങ്ങോ പള്ളി കഴിഞ്ഞ് അതിനപ്പുറത്ത് ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടകയാണ്. അപ്പോൾ ചെറുപുഴ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചില്ലറ സ്ഥലമൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപുഴ. എന്ത് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ സ്ഥലവും കാണാനുള്ളൊരു ഇതൊക്കെ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വരെ പോക്കില്ല, ഞാൻ കുറേ കാലമായി എൻ്റെ വീട്ടിലൊക്കെ പോയിട്ട്. എനിക്ക് ഇവിടുത്തെ മലയും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ദ്വീപ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവം ഇങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെ ഫോണിൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഈ വെള്ളത്തിൻ്റെ ക്ലിയർ കണ്ടുണ്ടല്ലോ, നിങ്ങൾ കുടിക്കും, അത്ര ക്ലിയറാണ്. ആ ഗ്യാപ്പിലെല്ലാം അവിടെയൊക്കെ പോയി കഴിഞ്ഞല്ലേ, പോയിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കണം. പൊളിയാ, ഇപ്പം എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതൊരു ദ്വീപ് തന്നെ. അപ്പോൾ കേസ് നമ്മളിവിടുന്ന് പോവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ റഷീദും ഇവിടുന്ന് പോവാണ്. സംഭവം പൊളിയാട്ടോ. എന്താ പറഞ്ഞാലും ചെറുതായിട്ടൊന്ന് ഇരുടലായി വരുന്നുണ്ട്. അതിന് മുമ്പ് സ്ഥലം കാലിയാക്കണം, കാരണം ഇങ്ങോട്ടേക്ക് വന്ന വഴി പല വഴിയാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ പെരുവഴിയാകും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സഹകരിക്കണം. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, ബെൽ ബട്ടൺ ഞെക്കണം. പിന്നെ ഈ സ്ഥലം പരിചയപ്പെടുത്താനുള്ള ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ചെറുപുഴൻ്റെ അടുത്ത വിശേഷമായി നാളെ കാണാം.